ഹായ്, കേരള PSC നടത്തുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ 2005 നടത്തുന്ന ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കോമൺ പ്രിലിംസ് ഏകദേശം മെയ്, ജൂൺ, ജൂലൈ മാസത്തിലായിരിക്കും നടക്കുക. അതിന് ശേഷം ഏകദേശം നമുക്ക് ഈ വർഷത്തിന്റെ അവസാനം തന്നെ മെയിൻസ് പരീക്ഷ ഉണ്ടാകും. മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് വരുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മെയിൻസിന്റെ സിലബസ് വന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് പേപ്പറായിട്ട് പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെയാണ് നമ്മുടെ മെയിൻസ് പരീക്ഷ ഉള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ഈ സിലബസ്, ഇത്രയും വലിയ ഒരു സിലബസ് നമ്മൾ എങ്ങനെ കവർ ചെയ്യും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിലിംസിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഓവർലാപ്പിംഗ് വരുന്നുണ്ട്, എന്നാൽ ചില പോർഷൻസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങിയവർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ മെയിൻസ് പ്രിലിംസിന്റെ സമയത്ത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ചില പോർഷൻസ് പഠിക്കുന്നുണ്ട്. അഡീഷണൽ പോർഷൻസ് നമ്മൾ പ്രിലിംസിന് ശേഷം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനു വേണ്ടി നമ്മൾ മാനസികമായി ഒന്ന് തയ്യാറെടുക്കേണ്ടത്? അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മെയിൻസിന്റെ സിലബസിലേക്ക് കടക്കാം. അപ്പൊ നമുക്കറിയാം, മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് വരുമ്പോൾ പേപ്പർ 1 നമുക്ക് ഓരോ പേപ്പറും 100 മാർക്കിനാണ്, 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഏകദേശം നമ്മുടെ പ്രിലിംസിന് സമാനമായിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഹിസ്റ്ററി 7 മാർക്ക്, ജോഗ്രഫി 7 മാർക്ക്, എക്കണോമിക്സ് 7 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 7 മാർക്ക്, ഫിസിക്സ്, കെമിസ്ട്രി നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തിൽ അഡീഷണൽ ആയിട്ട് വിശദമായി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ നമ്മൾ എന്താണ് LSC സെക്രട്ടറി ഉൾപ്പെടെയുള്ള മെയിൻസ് പരീക്ഷയ്ക്ക് നമ്മൾ ഈ സിലബസ് കണ്ടിട്ടുണ്ട്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ 8 മാർക്കിന്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് 3 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 6 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് 15 മാർക്ക്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 13 മാർക്ക്, മലയാളം 13 മാർക്ക്. അങ്ങനെ മൊത്തത്തിൽ 100 മാർക്കാണ് പേപ്പർ 1 വരുന്നത്. അപ്പൊ ഇതില് ഈ ഓരോ സബ്ജക്റ്റും വിശദമായിട്ട് സിലബസ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് PSC ഈ സബ്ജക്റ്റുകളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സിലബസിൽ ഏതൊക്കെ പോയിന്റുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ നമ്മൾ കൂടുതൽ ഊന്നൽ നൽകി പഠിക്കണം എന്നതാണ് ഈ ഒരു സിലബസ് അനാലിസിസിന്റെ സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ സിലബസിൽ പോകുമ്പം നമുക്കറിയാം ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററിക്ക് എന്താണ്, ചരിത്രത്തിന് നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററിയുടെ സബ് ഡിവിഷൻ ആയിട്ട് തന്നെ കേരള ചരിത്രം വരുന്നുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് എന്താണ് മോഡേൺ ഹിസ്റ്ററി വരുന്നുണ്ട്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വരുന്നുണ്ട്. ലോക ചരിത്രം, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. ആർട്ട് ആൻഡ് കൾച്ചർ വരുന്നുണ്ട്. അപ്പൊ 7 മാർക്കിനാണ് ചരിത്രം ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ മുൻകാല വർഷ ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്യുമ്പോൾ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഡിഗ്രി തല പരീക്ഷയ്ക്ക് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്. നമുക്കറിയാം, കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള നിരവധി യൂറോപ്യൻസ് ഉണ്ട് അല്ലെ. യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ ഉൾപ്പെടെ, ഡച്ച് ഉൾപ്പെടെ, പോർച്ചുഗീസ് ഉൾപ്പെടെ, അപ്പൊ ഇത്രയും ഏറെ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അവര് നമ്മുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ സംഭാവനകൾ എന്തൊക്കെ, ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മിക്ക ഡിഗ്രി പരീക്ഷകൾക്കും പ്രിലിംസ് അല്ലെങ്കിൽ കഴിഞ്ഞ മെയിൻസ് പരീക്ഷകൾക്കൊക്കെ ചോദ്യം വന്നിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്. അപ്പൊ കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹികമായിട്ട് ബന്ധപ്പെട്ട ചില നേതാക്കളും ആ സാമൂഹിക ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വിവിധ മൂവ്മെന്റുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിരവധി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൂവ്മെന്റുകളിൽ എത്രത്തോളം പ്രതിധ്വനി കേരളത്തിൽ ഉണ്ടായി, അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ നാഷണൽ മൂവ്മെന്റുകൾ ഏതൊക്കെ എന്നുള്ളതും നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമ്മൾ മോഡേൺ ഹിസ്റ്ററിയിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 നമ്മൾ വിളിക്കുന്ന ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. പിന്നീട് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷൻ തൊട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് ഒരു പുതിയ ചേഞ്ച് വരികയാണ് അല്ലെ. ആ ഫോർമേഷൻ ഓഫ് INC ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അതിനുശേഷം സ്വദേശി മൂവ്മെന്റ്, നമ്മുടെ കേരളത്തിലെ നമ്മൾ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന സുപ്രധാനമായിട്ടുള്ള നവോത്ഥാന മൂവ്മെന്റുകൾ, അതിലെ നായകന്മാർ, രാജാറാം മോഹൻ റോയിയൊക്കെ പോലുള്ള നായകന്മാർ, അവരുടെ കോൺട്രിബ്യൂഷൻസ്,
പിന്നീട് മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടി നമുക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നമുക്ക് പിന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പോലുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഈ പറയുന്ന നാഷണൽ മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ. പിന്നീട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഫസൽ അലി കമ്മിറ്റിയും അല്ലെങ്കിൽ JVP കമ്മിറ്റിയും പോലുള്ള വിവിധ കമ്മിറ്റികൾ വന്നു, നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. നമ്മുടെ ഏകദേശം പ്രിൻസ്ലി സ്റ്റേറ്റ്സും നമ്മുടെ ബ്രിട്ടീഷ് പ്രൊവിൻസസും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്നത്തെ പോലെ ഒരു രീതിയിൽ എങ്ങനെ സ്റ്റേറ്റ്സ് റീഓർഗനൈസ് ചെയ്യപ്പെട്ടു, ഈ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് എടുക്കുമ്പോൾ ലോക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട റെവല്യൂഷൻസ് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഗ്രേറ്റ് റെവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ. അപ്പം ഈ 4 റെവല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കൂടുതലും ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, നമുക്കറിയാം ആദ്യത്തെ ലോക മഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻ വന്നു, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം UN-ഉം അതിന്റെ അനുബന്ധമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഫോമായി. അപ്പൊ UN-ഉമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെന്റ് ഓർഗനൈസേഷൻസും അതിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഹിസ്റ്ററിക്ക് ശേഷം അടുത്ത സബ്ജക്ട് നമ്മൾ പേപ്പർ 1 ജോഗ്രഫിയിലേക്ക് എത്തുമ്പോൾ 7 മാർക്കാണ് ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എർത്തിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട്, ഓക്കെ, പിന്നെ അറ്റ്മോസ്ഫിയറിലെ ഡിഫറെന്റ് ലെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, പ്രഷർ ബെൽറ്റുകളും വിൻസുമായിട്ട് ബന്ധപ്പെട്ട്, വിവിധ വിൻഡുകൾ ഉണ്ടല്ലോ നമ്മുടെ ITCZ ബന്ധപ്പെട്ട് അതിന്റെ മൂവ്മെന്റും ഡിഫറെന്റ് പ്രഷർ ബെൽറ്റും, ഈ കാര്യങ്ങൾ ചോദ്യം വന്നിട്ടുണ്ട്. ഇനി മാപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡിഫറെന്റ് ആയിട്ടുള്ള മൗണ്ടൻസ്, റിവേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കടലിടുക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മുടെ ഫിസിയോളജിക്കൽ മാപ്പിൽ ഡിഫറെന്റ് ചോദ്യങ്ങൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മൗണ്ടൻ പാസസുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നീട് പെനിൻസുലാർ പ്ലേറ്റ്യൂ, നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂവിന്റെ പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ട്, അഗ്രികൾച്ചർ വരുമ്പോഴത്തേനും നമുക്ക് ഡിഫറെന്റ് ഇന്ത്യയിലെ ക്രോപ്പിംഗ് പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട്, റാബി ക്രോപ്സ്, കാരിഫ് ക്രോപ്സ്, സോയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, പ്രത്യേകതരം മിനറൽസ് ഇന്ത്യയിൽ ലഭിക്കുന്ന മിനറൽസ്, അവയുടെ പ്രത്യേകത, എവിടെയാണ് അവർ ലഭിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഡിഫറെന്റ് വാട്ടർ വേസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ വാട്ടർ വേസ് 1, 2, 3 തുടങ്ങിയ വാട്ടർ വേസ്, കേരളത്തിലാണെങ്കിൽ നമുക്ക് നാഷണൽ വാട്ടർ വേ 3 ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ വാട്ടർ വേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. റിവേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സ്പെസിഫിക്കലി നമ്മൾ ചോദ്യം കൂടുതലായിട്ടും ചോദിച്ച് കാണുന്നത് കേരളത്തിലെ റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമുക്ക് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് അല്ലെങ്കിൽ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉൾപ്പെടെ ഈ മാപ്പ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിവേഴ്സ്, അവയുടെ സോഴ്സ്, അതെങ്ങോട്ട് ഒഴുകുന്നു, അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉള്ള പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റഡ് ഏരിയാസും പഠിക്കാനായിട്ട് സാധിക്കും, മൗണ്ടൻസ് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് അത് ഓർമ്മയിൽ നിൽക്കാൻ അല്ലെങ്കിൽ എക്സാമിന് റീകളക്ട് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പിന്നീട് എനർജി സോഴ്സസ്, ഊർജ്ജത്തിന്റെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെന്റ് നമുക്ക് റിന്യൂവബിൾ സോഴ്സസ് ഉണ്ട്, നോൺ റിന്യൂവബിൾ സോഴ്സസ് ഉണ്ട്. അവയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിലേക്ക് എത്തുമ്പോൾ ഇവിടെയും നമുക്ക് പേപ്പർ 1 7 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. ഇത് നമുക്കറിയാം റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ചോദ്യ പേപ്പറിലും ഒരു ചോദ്യമെങ്കിലും വരുന്ന ടോപ്പിക്കാണ് ഇത്, ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനും 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ ചോദ്യ പേപ്പറിലും വരാറുണ്ട്. പിന്നീട് 1991 നമ്മുടെ എക്കണോമിക് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം LPG റിഫോംസ് നമ്മൾ നടത്തി 91. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, എസ്പെഷ്യലി മൻമോഹൻ സിംഗ് ഈ ഒരു കാലയളവിൽ മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ LPG റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. പിന്നീട് പ്ലാനിംഗ് കമ്മീഷൻ ഡിസ്ബാൻഡ് ചെയ്തതിന് ശേഷം വന്ന നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗിന്റെ സംഭാവനകളും അവരുടെ റിപ്പോർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആവർത്തിച്ച് ചോദ്യമായിട്ട് വരാറുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബാങ്കിങ് റെഗുലേറ്റർ ആയിട്ടുള്ള RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് അവരെങ്ങനെ നമ്മുടെ മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് ഡിഫറെന്റ് ഇൻഫ്ലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നു, മോണിറ്ററി പോളിസി കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നീട് ഗ്രീൻ റെവല്യൂഷൻ, അല്ലെ, ഇന്ത്യയുടെ ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹൈബ്രിഡ് സീഡ്സ് ഉപയോഗിച്ചത്, വെറൈറ്റി ഓഫ് പുതിയ രീതികളുമായിട്ട് ബന്ധപ്പെട്ട് ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്കണോമിക്സിൽ കാണുന്നത് ഏതാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്.
ഓക്കെ, GST ഇൻ ഇന്ത്യ. അപ്പം നമ്മളിത് സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസിലും പഠിക്കുന്നതാണ്. അപ്പം മറ്റ് ടോപ്പിക്കുകളുമായിട്ടൊക്കെ ഇത് ഓവർലാപ്പിംഗും വരുന്നുണ്ട്. എഗെയിൻ GST നമുക്ക് ഇവിടെ ബെനിഫിറ്റ്സ് ഓഫ് GSTയും ഒക്കെ സിലബസിൽ പേപ്പർ 1 എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏത് ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാലും മിക്കവാറും ഒക്കെ ഡിഗ്രി തല പരീക്ഷകൾക്ക് നമുക്ക് GSTയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അപ്പൊ GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് GSTയുടെ ഡിഫറെന്റ് സ്ലാബ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. ഇനി ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എഗെയിൻ 7 മാർക്കിന്റെ ഒരു പോർഷനാണ് പേപ്പർ 1 വരുന്നത്. ഇതിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചോദിച്ച് കാണുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെന്റ് വൈറ്റമിൻ അല്ലെങ്കിൽ ഡിഫറെന്റ് മിനറൽസ് നമ്മുടെ ബോഡിക്ക് വേണ്ടുന്നത് അവ മിനിമം ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി മൂലം എന്തൊക്കെ ഡിസീസസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഹെൽത്ത് സെക്ടറിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട വെൽഫെയർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. ഇത് നമ്മൾ പേപ്പർ 2 കേരള മോഡൽ ഡെവലപ്മെന്റ് വരുമ്പോഴും അവിടെ നമുക്ക് ഈ ഹെൽത്ത് സെക്ടർ അല്ലെങ്കിൽ സോഷ്യൽ സെക്ടറിന്റെ ഭാഗമാണ് ഹെൽത്ത് സെക്ടർ. അപ്പൊ ഗവൺമെന്റിന്റെ വിവിധ സ്കീമുകളെ പറ്റിയും നമുക്ക് ഇനിഷ്യേറ്റീവ്സിനെ പറ്റിയും അവിടെയും പഠിക്കാനുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഓവർലാപ്പിംഗ് വരുന്നുണ്ട് എന്നത് കൂടെ ശ്രദ്ധിക്കുക. പിന്നീട് ഫിസിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത് ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. പിന്നീട് നമ്മൾ ടെക്നിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം DRDOയുടെയും അല്ലെങ്കിൽ ISRO ഇന്ത്യ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ചന്ദ്രയാൻ അല്ലെങ്കിൽ ഗഗൻയാൻ പോലുള്ള ഇനിഷ്യേറ്റീവ്സ് 100ാമത്തെ ലോഞ്ച് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള നമ്മുടെ സ്പേസ് മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾറെഡി ഉള്ള പരീക്ഷയ്ക്ക് മിക്ക പരീക്ഷകൾക്കും ഈ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഫിസിക്സിൽ വരുമ്പം ലെൻസും മിറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് പ്രോബ്ലംസ് പല ഉദ്യോഗാർത്ഥികളും ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാറുള്ളതാണ് ഈ ടോപ്പിക്കിൽ നിന്ന്. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന R=2F അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബേസിക് ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് അവിടെ മിക്കവാറും ആ ചോദ്യം ശരിയാക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അപ്പൊ അതിൽ വരുന്ന ഡിഫറെന്റ് IR റേസ്, UV റേസ്, എക്സ് റേസ് പോലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ബേസിക് ഐഡിയ തീർച്ചയായിട്ടും വേണം. പിന്നീട് ഈ പ്രിൻസിപ്പിൾസ് ഫിസിക്കൽ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിരിക്കുന്നതിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും പാസ്കൽസ് ലോയും ഇതും പല ഉദ്യോഗാർത്ഥികളും ചോദ്യം കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് പക്ഷേ ഈ ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുമുണ്ട്, വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നി ഡയറക്റ്റ് ചോദ്യങ്ങൾ കിട്ടും, അല്ലെങ്കിൽ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും തെറ്റായ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നീട് വരുമ്പോഴത്തേന് നമുക്ക് കെമിസ്ട്രിയിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ എലമെന്റ്സ്, അതിൽ തന്നെ നമുക്ക് മെറ്റൽസും നോൺ മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നീട് pH വാല്യൂ, ഡിഫറെന്റ് pH വാല്യൂ കാര്യങ്ങളുടെ pH വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കെമിസ്ട്രിയിൽ നിന്നും ആവർത്തിച്ച് ചോദ്യമായിട്ട് വരാറുണ്ട്. ഇനി ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ 8 മാർക്കാണ് ഈ ടോപ്പിക്കിൽ നിന്നുള്ളത്. നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ആർട്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ആർട്സ് ഫോം അതിൽ തന്നെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ആർട്ട് ഫോംസ് നമ്മൾ വിഷ്വൽ ആർട്സ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് അവരുടെ തൂലികാ നാമം അല്ലെങ്കിൽ പെൻ നെയിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ, മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട നോവലുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവചരിത്രങ്ങൾ പോലുള്ള വർക്കുകൾ, അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, പിന്നെ മലയാളം സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിഫറെന്റ് ലിറ്റററി അവാർഡ്സ്, ജ്ഞാനപീഠം അല്ലെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം പോലുള്ള പ്രധാനപ്പെട്ട അവാർഡുകളും കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുന്നത്തെ വർഷത്തെയും നമ്മൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ചോദ്യം അവിടുന്നും ആവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൾച്ചറിലേക്ക് എത്തുമ്പോൾ പ്രധാനപ്പെട്ട സോഷ്യോ റിഫോം അല്ലെങ്കിൽ കൾച്ചറൽ ലീഡേഴ്സ് ഓഫ് കേരള, അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ, ഇത് കുറച്ച് നമ്മുടെ കേരള ചരിത്രമായിട്ടും കണക്ഷൻ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ആവർത്തിച്ച് ഈ ടോപ്പിക്കിൽ നിന്ന് വരും. ഇനി സ്പോർട്സ് അല്ലെങ്കിൽ കായികത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് 3 മാർക്കാണുള്ളത്. ഇവിടെയും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ ഇന്റർനാഷണൽ ഈവെന്റ്സ്, ഇപ്പൊ ഒളിമ്പിക്സ് അല്ലെങ്കിൽ നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് മാച്ച് നടന്നു, അത് വിമൺ ആയിക്കോട്ടെ മെൻ ആയിക്കോട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ട്രോഫീസ് അല്ലെങ്കിൽ ഈവെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട അവാർഡ് ലഭിച്ച ആൾക്കാരെ പറ്റി ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പാരാ ഒളിമ്പിക്സും, നമ്മൾ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ അതിൽ പാരാ ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും ഒക്കെ ഒന്ന് കഴിഞ്ഞതിനെ പറ്റി ഓർത്തിരിക്കുക. അതിലെ ഫേമസ് ആയിട്ടുള്ള പെർഫോമൻസസും ഓർത്തിരിക്കുക.
അതേപോലെ നമ്മൾ ഇനി കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ 6 മാർക്കാണ് പേപ്പർ 1 കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ കാണുന്നത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, പിന്നീട് മെമ്മറി ഡിവൈസസുമായിട്ട് ബന്ധപ്പെട്ട് ക്യാഷ് മെമ്മറി ഒക്കെ പോലുള്ള. അപ്പം നമ്മൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മുൻകാല വർഷ ചോദ്യപേപ്പറുകൾ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ പലപ്പോഴും എക്സാമിന് ശരിയായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് പോലെയുള്ള ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യം വരാറുണ്ട്. നെറ്റ്വർക്ക് ഡിവൈസസ് എപ്പോഴും ചോദ്യം വരുന്നൊരു ടോപ്പിക്കാണ്. നമ്മുടെ മീഡിയ, സ്വിച്ച്, ഹബ്ബ്, ബ്രിഡ്ജ്, ഗേറ്റ് വേ ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം. ഇനി ഇന്റർനെറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ HTML ഡിഫറെന്റ് ബ്രൗസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. IT ആക്ട് നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷെ മെയിൻസിന് നമ്മുടെ പേപ്പർ 1 അത് നൽകിയിട്ടില്ല. പക്ഷെ നമുക്ക് കാണാം പേപ്പർ 2 ഇ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, IT ആക്ടും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും IT ആക്ട് എടുത്ത് മെൻഷൻ ചെയ്തിട്ടില്ല നമ്മുടെ പേപ്പർ 1, പക്ഷെ പേപ്പർ 2 അപ്പൊ ചോദ്യം വേണേ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, IT ആക്ടിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ ഈ പോർഷനുമായിട്ട് കണക്ട് ചെയ്ത് IT ആക്ട് പഠിക്കാം. അക്കാര്യം പേപ്പർ 2 പേപ്പർ 1 നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഒരേപോലെ തന്നെയാണല്ലോ ബെനിഫിറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ മാത്സും റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ 15 മാർക്കാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നും പേപ്പർ 1 വരുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നീട് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം, ഡിസ്റ്റൻസ് ആൻഡ് വർക്ക്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരവധി തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ആവറേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പിന്നീട് നമ്മൾ മെന്റൽ എബിലിറ്റിയിലേക്ക് വരുമ്പോൾ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് മിസ്സിംഗ് ടേം കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഡേറ്റ് ആൻഡ് കലണ്ടർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പൊ ഈ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ സമയം ഡിവോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ കൂടുതൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായ ടോപ്പിക്കുകളാണ് ഇവയൊക്കെ. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആവർത്തിച്ച് ചോദ്യങ്ങൾ, കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ഒരു മേഖല, പിന്നീട് ടെൻസസ്, പിന്നീട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഒരുപാട് പേർക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, പിന്നെ വൊക്കാബുലറിൽ വരുമ്പോൾ സിനോണിമും ആന്റോണിമും എല്ലാ പരീക്ഷകൾക്കും ഒരു ചോദ്യമെങ്കിലും വരാറുണ്ട്. പിന്നീട് സ്പെല്ലിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ നമ്മൾ റീജിയണൽ ലാംഗ്വേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി റീജിയണൽ ലാംഗ്വേജ് നമ്മൾ മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ മെയിൻസ് പേപ്പർ 1 എത്ര മാർക്കുണ്ട്, 13 മാർക്കാണുള്ളത്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പദശുദ്ധി, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, പിരിച്ചെഴുതൽ, ഇത്രയും കാര്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ആവർത്തിച്ച് PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പേപ്പർ 1 സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സിലബസ് നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ഇതിൽ തന്നെ ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ കൂടുതലും പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെ എന്നതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ പേപ്പർ 2 എത്തുമ്പോൾ, ഓക്കെ, പേപ്പർ 2 നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2 എന്ന് പറയുന്നതും 100 മാർക്കിന്റെ തന്നെ പേപ്പറാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ച് അഡീഷണൽ സബ്ജക്റ്റുകൾ വരുന്നുണ്ട് അല്ലെ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പോലുള്ള. അപ്പം ഒരു ഓർഗനൈസേഷന്റെ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഭരണസിരാ കേന്ദ്രമാണ്. അപ്പം ഈ ഓർഗനൈസേഷന്റെ ഭാഗമായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു തിയറിയും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. നമുക്കതിനകത്ത് മാനേജ്മെന്റ് ചെയ്യാനും ബെറ്റർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഒരു ഉദ്യോഗാർത്ഥിക്ക് കഴിയുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എഫിഷ്യൻസി ഓർഗനൈസേഷന് തീർച്ചയായിട്ടും കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് വകുപ്പുകൾ തമ്മിലുള്ള ഒരു കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ 2 സബ്ജക്റ്റുകൾ നമ്മൾ പുതിയ സബ്ജക്റ്റുകളാണ് എന്ന് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും 10 മാർക്കാണ് ചോദ്യം ഉള്ളത്. 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള പബ്ലിക് എൻറ്റിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഉണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ,
അതായത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില തിയറീസ് ഉണ്ട്. ക്ലാസിക്കൽ തിയറി, എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം അഡ്മിനിസ്ട്രേഷനിൽ എന്നുള്ള കാര്യമാണ് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന വർക്ക് ചെയ്യുന്നവരെ സൈക്കോളജിക്കലി എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, അതാണ് ബിഹേവിയറലുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് പറയുന്നത്. അതേപോലെ കണ്ടിജൻസി തിയറി. അപ്പൊ ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓർഗനൈസേഷണൽ സ്ട്രക്ചറും ഫംഗ്ഷനും. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഹൈറാർക്കി എങ്ങനെയായിരിക്കും പോകുന്നത്, അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എങ്ങനെയായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കമ്മ്യൂണിക്കേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ, ഈ വിവിധ ഹൈറാർക്കിലുള്ള ആൾക്കാർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. റോൾ ഓഫ് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഗവർണൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ICT അല്ലെങ്കിൽ ടെക്നോളജിയുടെ യൂസിലൂടെ നമുക്ക് എങ്ങനെ അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ നമുക്ക് തീർച്ചയായും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലേക്ക് എത്തുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റുമായിട്ടുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഈ മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ്. അതിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. അപ്പൊ എങ്ങനെ ഒരു മാനേജർക്ക് ഏതൊക്കെ രീതിയിൽ ഫംഗ്ഷനിങ് നടത്താം എന്നതാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഇതില് ഡിഫറെന്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. എങ്ങനെ ഈ മാനേജേഴ്സിന് ഇത് കൺട്രോൾ ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനം. അതിൽ സിസ്റ്റം അപ്രോച്ച് എന്താണ്, കണ്ടിജൻസി അപ്രോച്ച് എന്താണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീൻ മാനേജ്മെന്റ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്ക് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസും വേണേ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാം. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ മാനേജ്മെന്റിൽ എല്ലാവരും എന്താണ്, ഭൗതികമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ഒരു എത്തിക്കലായിട്ട് പ്രവർത്തനം കൂടെ വേണം. അപ്പൊ എന്താണ് എത്തിക്കലായിട്ട്, അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് വേണം, ഡെഡിക്കേഷൻ വേണം. ഈ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം എത്തിക്കലി റൈറ്റ് ഓർ റോങ് എന്നുള്ളത് തീരുമാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നീട് CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പല ഡിഗ്രി തല പരീക്ഷകളിൽ മുൻപും PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിലബസിൽ എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് CSR, നമുക്ക് CSR ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഏത് ആക്ടിന്റെ പ്രകാരമാണ് ഇത് നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ അതിൽ നമുക്ക് രണ്ട് ഭാഗങ്ങൾ പറയാം, മൊഡ്യൂൾ 3യും മൊഡ്യൂൾ 4ഉം. മൊഡ്യൂൾ 3 ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ. നമ്മുടെ പ്രിലിംസിൽ പഠിച്ചതുമായിട്ട് കുറെ കണക്ഷൻ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇത്. 12 മാർക്കാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നത് PSC ഓൾറെഡി ഉള്ള പരീക്ഷകൾക്ക് ചോദിച്ച് കാണുന്ന ടോപ്പിക്കുകൾ ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നല്ല ഡെപ്തിലുള്ള നോളജ് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും ഇത് ഒരേപോലെ തന്നെ ബെനിഫിഷ്യൽ ആയിരിക്കും. DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്ന ഡയറക്റ്റീവ്സ്, വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റീവ്സ്, ഇതാണ് നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ബോഡി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡയറക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, നമ്മുടെ പ്രധാനമായിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 42nd അമെന്റ്മെന്റിലൂടെ വന്നിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഡിഗ്രി തല പരീക്ഷകളിൽ ചോദിച്ചു കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ്, യൂണിയൻ ലെജിസ്ലേച്ചർ, പിന്നെ യൂണിയൻ ജുഡീഷ്യറി, ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇതിൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റ്, അദ്ദേഹത്തെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നു, ഇലക്ഷൻ എങ്ങനെ നടക്കുന്നു, അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമായിട്ട് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഒക്കെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട്. ഇനി ലെജിസ്ലേച്ചറിലേക്ക് എത്തുമ്പോൾ നമ്മൾ പാർലമെന്റിന്റെ ഭാഗമായിട്ടുള്ള 2 ഹൗസസ്, ലോക്സഭയും രാജ്യസഭയും. അപ്പോൾ അവയുടെ ഒരു കോമ്പോസിഷനും എസ്പെഷ്യലി സ്പീക്കറും, നമ്മുടെ ലോക്സഭയിലെ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭയിലെ ചെയർമാന്റെ അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചോദിച്ച് കാണുന്നതാണ്. ജുഡീഷ്യറിയിലേക്ക് എത്തുമ്പോൾ സുപ്രീം കോർട്ട്, ഓക്കെ, ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ
കോടതിയായ സുപ്രീം കോർട്ടിന്റെ പ്രവർത്തനം, അതിന്റെ ഫംഗ്ഷൻസും അല്ലെങ്കിൽ കോമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒക്കെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ ഡെപ്തിൽ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. ഇനി നമ്മൾ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഈ യൂണിയന് അതേപോലെ തന്നെ സ്റ്റേറ്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നത് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പിന്നെ ചില സ്റ്റേറ്റുകളിൽ എന്തുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. അപ്പൊ അവയുടെ പ്രവർത്തനം, ഇവ തമ്മിലുള്ള ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പം ഓരോ സ്റ്റേറ്റിന്റെ ഹൈക്കോർട്ടിന്റെ പ്രവർത്തനം എങ്ങനെ, അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, സുപ്രീം കോർട്ടിൽ നിന്നും എന്തൊക്കെയാണ് വ്യത്യാസമായിട്ട് വരുന്നത്, അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ ഇവിടെ 8 മാർക്കാണ് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്. സെന്റർ സ്റ്റേറ്റ് റിലേഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളിന്റെ, നമ്മുടെ മൊഡ്യൂൾ 3യുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഏകദേശം മൊഡ്യൂൾ 4 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സെന്ററിലും സ്റ്റേറ്റിലും പ്രവർത്തനം നമ്മൾ എങ്ങനെയാണെന്ന് ഇൻഡിവിജ്വലി മനസ്സിലാക്കി. ഇനി ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ ആണ് നമ്മൾ ഈ 4th മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേനും നമ്മൾ സെന്റർ സ്റ്റേറ്റ് റിലേഷനിൽ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിലേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് നിയമം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഓക്കെ, നമുക്ക് ഏതൊക്കെ കാര്യത്തിൽ ഇപ്പോൾ ഓർഡിനൻസ് മേക്കിംഗ് പവറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ എങ്ങനെ രാജ്യസഭയ്ക്ക് നിയമം ഉണ്ടാക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിലേഷൻസും കാര്യങ്ങളും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ റിലേഷൻ. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ കമ്മീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ GST ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെയും ഒരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ GSTയുടെ പ്രവർത്തനം എങ്ങനെ, അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പക്ഷേ LST സെക്രട്ടറിയുടെ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചൊരു ടോപ്പിക് ആയിരിക്കും പഞ്ചായത്ത് രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം മിക്ക പരീക്ഷകൾക്കും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ് 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എമർജൻസിയുടെ ഗ്രൗണ്ട്സ്. നമുക്കറിയാം നാഷണൽ എമർജൻസി ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്, ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഗ്രൗണ്ട്സിൽ ഈ എമർജൻസി പ്രഖ്യാപിക്കാം, അത് നമ്മൾ ഇവ തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി ഭരണഘടനാ ഭേദഗതി അഥവാ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ, അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നും ചോദ്യം വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഓൾറെഡി ഉള്ള പരീക്ഷകൾക്ക് പലപ്പോഴും ഈ ടോപ്പിക്കുകളിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യം വരുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇനി കേരള എക്കണോമി. അപ്പൊ നമ്മൾ പേപ്പർ 1ൽ കണ്ട എക്കണോമിയുടെ ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്താണ് കേരള എക്കണോമി, കേരള സ്പെസിഫിക് ആയിട്ട് എക്കണോമിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഇത് KSന്റെ എക്സാമിനൊക്കെ ഉള്ള ടോപ്പിക്ക് തന്നെ ആയിരുന്നു. ഓക്കെ, കേരള എക്കണോമിയുടെ അകത്തും നമുക്ക് കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ അകത്ത് നമുക്ക് കേരള എക്കണോമിയും ഈ പറയുന്ന കേരള മോഡൽ ഡെവലപ്മെന്റും കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിൽ കൂടുതലായിട്ടും നമ്മൾ ഓൾറെഡി ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഓക്കെ, നമ്മൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഐഡിയ നമ്മൾ പഠിക്കും. ഇനി കേരളത്തിൽ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ ആധികാരികമായിട്ട് അതൊന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ പറയുന്ന പോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, കേരളത്തിന്റെ നമ്മുടെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കേരള എക്കണോമിക് റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, നമുക്ക് റവന്യൂ എവിടെ നിന്നൊക്കെ ലഭിക്കുന്നു, പിന്നീട് കേരളത്തിൽ നടന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നീട് ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി കേരള മോഡൽ ഡെവലപ്മെന്റ് 15 മാർക്കാണ് ഈ ടോപ്പിക്കിൽ നിന്നുള്ളതും. ഇവിടെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിന്റെ സോഷ്യൽ സെക്ടർ. ഇപ്പൊ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പരക്കെ നമ്മൾ പറയുന്നത് എന്തിനാണ്, അതായത് കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സെക്ടറും ഹെൽത്ത് സെക്ടറും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഒരുപാട് മുൻപിലാണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിന്റെ ലിറ്ററസി റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഡൽട്ട് ലിറ്ററസിയിൽ നമ്മുടെ ഒരു പൊസിഷൻ എന്താണ്, ലൈഫ് എക്സ്പെക്റ്റൻസി ഹെൽത്ത് സെക്ടറിൽ നമ്മുടെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, അതിൽ തന്നെ നമുക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും അല്ലെങ്കിൽ ബർത്ത് റേറ്റ് പോലുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുക. പിന്നീട് വിമൻ എംപവർമെന്റ് പ്രോഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സെക്സ് റേഷ്യോ കൂടുതലാണ്, എന്നിരുന്നാലും വിമൻ എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് മുൻകൈയിട്ട് നടത്തുന്ന പരിപാടികൾ എന്തൊക്കെ, അല്ലെങ്കിൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കീംസ് എന്തൊക്കെ, ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന മേഖലകളാണ്.
ഇനി നമ്മൾ എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കിവിടെ മൊഡ്യൂൾ 7, നമ്മൾ പ്രിലിംസിനാണെങ്കിൽ പല ഭാഗങ്ങളും എൻവയോൺമെന്റിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനുള്ളിലാണ് പഠിക്കുന്നത്. എന്നാൽ മെയിൻസിന് വന്നപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് സിലബസ് നൽകിയിരിക്കുകയാണ്. ഇതിൽ മൊഡ്യൂൾ 7 10 മാർക്കാണ് മൊഡ്യൂൾ 7-ലുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എന്താണ് എക്കോസിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ് ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഇഷ്യൂസും കേരളത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിന് ഒരുപാട് റെലവൻസ് ഉണ്ട്. അപ്പം നമ്മൾ എൻവയോൺമെന്റ് പൊല്യൂഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻസ്, നമുക്ക് ഈ പറയുന്ന പോലെ പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഇന്റർനാഷണൽ, നാഷണൽ ഓർഗനൈസേഷൻസ്, അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. ഈ പറയുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഇന്ത്യയിലെ എസ്പെഷ്യലി കേരളത്തിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ടൈഗർ റിസർവ്, നാഷണൽ പാർക്ക് തുടങ്ങിയ ബയോസ്ഫിയർ റിസർവ് തുടങ്ങിയ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, അവ മാപ്പിൽ അവയുടെ ലൊക്കേഷനും അവിടെ കാണുന്ന പ്രത്യേകതരം ജീവികൾ ഏതൊക്കെയാണ്, അവയുടെ IUCN സ്റ്റാറ്റസ് ഏതൊക്കെയാണ്, തീർച്ചയായിട്ടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. പിന്നെ പ്രധാനമായിട്ടും ഈ ഡിഫറെന്റ് ഇഷ്യൂസ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ അന്ന് അറിഞ്ഞിരിക്കണം. ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള കാര്യങ്ങൾ, അത് നമ്മൾ ഓൾറെഡി ഈ ഇന്റർനാഷണൽ, നാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കുമ്പോൾ ഈ ഓരോ ഇഷ്യൂസ് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ഓർഗനൈസേഷൻസ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. അപ്പോൾ തീർച്ചയായിട്ടും എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി, ഒരു ആഘാതം ഉണ്ടാകുന്ന പ്രോജക്റ്റ് വരികയാണെങ്കിൽ അതിനെപ്പറ്റി പഠനം നടത്തുന്നതാണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. അപ്പം അതിന്റെ സ്റ്റേജസുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് എൻവയോൺമെന്റൽ ലോസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ഇങ്ങനെ നിരവധി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ലോസ് ഉണ്ട്. അപ്പോൾ ഈ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് റീസെന്റ് ആയിട്ട് നടന്ന അമെൻമെന്റുകളെ പറ്റിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 7-ുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മൊഡ്യൂൾ 8-ലേക്ക് എത്തുമ്പോൾ ഇവിടെ നമുക്ക് 10 മാർക്കാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനെ പറയാം. അപ്പോൾ ഈ മൊഡ്യൂളിൽ നിന്നും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആധികാരികമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ്. 2005-ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു സൈക്കിൾ, ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ സൈക്കിളിൻ്റെ അകത്ത് ഭാഗങ്ങളായിട്ടുണ്ട്, അതിലാണ് നമുക്ക് പ്രിപ്പയർഡ്നെസ്സും, മിറ്റിഗേഷനും, റെസ്പോൺസും, റിക്കവറി ഒക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ആ സൈക്കിളിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നമ്മൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ പോളിസി, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാഷണൽ പോളിസി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നീട് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അപ്പം ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഡിസാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ചും നമ്മുടെ വയനാട്ടിലൊക്കെ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 9 ഇ ഗവേർണൻസ് ആണ്. ഓക്കെ, 10 മാർക്കാണ് ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഉള്ളത്. പലപ്പോഴും പല പരീക്ഷകൾക്ക് നമ്മൾ ഇ ഗവേർണൻസ് മുൻപ് പഠിച്ചിട്ടുണ്ട്. ഈ LST സെക്രട്ടറിയുടെ മെയിൻസിന് ഉൾപ്പെടെയുള്ള ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് വേരിയസ് ഇ ഗവേർണൻസ് ഇനിഷ്യേറ്റീവ്സ്, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇ ഗവേർണൻസ് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള പ്രോജക്ട്സുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിൽ തന്നെ നമുക്ക് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, എക്സ്പേർട്ട് സിസ്റ്റം ഉണ്ട്. ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നീട് IT ആക്ട് 2000, ഞാൻ പറഞ്ഞു സൈബർ ക്രൈംസും IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് ഇ ഗവേർണൻസിന്റെ ഭാഗമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അത് കമ്പ്യൂട്ടറുമായിട്ട് വേണേൽ കണക്ട് ചെയ്ത് നമുക്ക് സിലബസിൽ പേപ്പർ 1-ലുള്ള സിലബസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പേപ്പർ 1, പേപ്പർ 2 സിലബസിലെ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് നമ്മൾ മെയിൻസിന്റെ സിലബസ് ഇപ്പോഴേ മനസ്സിലാക്കണം എന്നതിനൊരു റീസൺ ഉണ്ട്. കാര്യം പലപ്പോഴും പല ടോപ്പിക്കുകളും പ്രിലിംസിന്റെയും മെയിൻസിന്റെയും നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയോ അത്രത്തോളം നമുക്ക് ഊന്നൽ നൽകി ഈ ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് സാധിക്കും, റാങ്ക് നേടാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കൃത്യമായിട്ട് നമ്മൾ സിലബസ് മനസ്സിലാക്കുക, മുൻകാല വർഷ ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റാങ്ക് നേടാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് സെഷനിൽ കാണാം. അതുവരെ താങ്ക് യു.